ഈ അടുത്ത ദിവസമാണ് ക്രൈം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. എറണാകുളത്തെ ഒരു ബിസിനസ്സുകാരൻ, അതായത് എജു ഷാർക്ക് അക്കാഡമി ഉടമ രാഖിന്ദ് സുബ്രഹ്മണ്യൻ കണ്ണൂരുള്ള ഒരു യുവതിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വലയിൽ വീഴ്ത്തി റേപ്പ് ചെയ്ത്, വീണ്ടും റേപ്പ് ചെയ്ത, കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തുടർച്ചയായി റേപ്പ് ചെയ്തു ഉള്ള വാർത്തയാണ് ക്രൈം പുറത്തുവിട്ടത്. അതിനുശേഷം വിവാഹ വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് കല്യാണം കഴിക്കാൻ തയ്യാറാവാതെ അദ്ദേഹം ചതിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ആ കേസിലെ ഇരയായ യുവതിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. അതായത് അതിൻ്റെ അത് ഇപ്പം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അല്ലേ? ആ കുറ്റപത്രം സമർപ്പിച്ചതിൽ വകുപ്പുകൾ ഒന്ന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ സെക്ഷലി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ബലപ്രയോഗം നടത്തി സെക്ഷലി ഉപയോഗിച്ചു എന്നുള്ള 69 എന്നുള്ള വകുപ്പാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് 64(2) എന്നുള്ള വകുപ്പാണ് ഉള്ളത്. അതായത് റിപ്പീറ്റഡ് റേപ്പ് നടത്തിയതിന് 10 വർഷം തടവ്. ഈ 2 വകുപ്പിനും 10 വർഷം തടവുണ്ട്. അതേപോലെ തന്നെ 89 എന്നുള്ള വകുപ്പ്, അബോർഷൻ നടത്തുക, സമ്മതമില്ലാതെ അബോർഷൻ നടത്തുക. അപ്പോൾ അതിന് ലൈഫ് ഇംപ്രഷൻമെൻ്റ് ആണുള്ളത്. അങ്ങനെ ശക്തമായ വകുപ്പുകൾ ചേർത്തിക്കൊണ്ടാണ് രാഖിന്ദ് സുബ്രഹ്മണ്യനെതിരെ ഇപ്പം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈക്കോടതി വരെ നീതി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് ആൾക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി കേസ് കോടതിയിലെത്തി എനിക്ക് നീതി കിട്ടണം. അതായത് പോലീസ് ഇപ്പം കൃത്യമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മളെ മുന്നിലുള്ളത്. എൻ്റെ ഉള്ളടക്കത്തിലേക്ക് എന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അയാൾ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അമാന്തം കാണിച്ച പോലീസാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യമാണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വിവരമുള്ള സ്ത്രീ എന്ന നിലയിൽ ഇങ്ങനെ ഒരാൾ വന്ന് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്ക് ഇതിനൊക്കെ വഴങ്ങിക്കൊടുക്കുകയാണോ വേണ്ടത്? ഞാനൊരിക്കലും അയാൾക്ക് വഴങ്ങിക്കൊടുത്തതല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെർമിഷൻ എടുത്തിട്ട് എന്നെ മക്കളെ ചേർക്കാൻ വേണ്ടി കൊച്ചിയിൽ സ്ഥാപനത്തിൽ വന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞതാണ്. കൊച്ചിയിലെത്തിച്ച് അവിടുന്ന് എന്നെ അയാളുടെ മകള് ഫ്ലാറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എന്നെ അവിടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നത്. അവിടുന്നാണ് ഫസ്റ്റ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തത്. അതിനുശേഷം അയാൾ അവിടുന്ന് എന്നോട് പറഞ്ഞു ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി നോക്കിയതാണ്. അയാൾ എപ്പോഴും ചാറ്റുകളിലൊക്കെ പറയുന്നൊരു കാര്യം അതാണ്, ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ഉണ്ടോ നമ്മൾ തമ്മിൽ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അന്നും അയാൾ എന്നോട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്തതാണ്, താൻ വിഷമിക്കേണ്ട, ഞാൻ തന്നെ ഒരിക്കലും കൈവിടില്ല, ഞാൻ ഇങ്ങനെ തെരുവിലെ ആളൊന്നുമല്ല, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും തന്നെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയും ഇത് പറഞ്ഞു, എടോ എനിക്ക് മുന്നേ അബദ്ധം പറ്റിയിട്ടുണ്ട്, എൻ്റെ ആദ്യ ഭാര്യയും ഞാനും തമ്മിൽ ഫിസിക്കലി നല്ല ബന്ധമായിരുന്നില്ല, അവളെ ഒന്നിനും കൊള്ളില്ലായിരുന്നു, അത് ചാറ്റ്സ് ഉണ്ട്, അയാൾ എനിക്ക് വീണ്ടും അങ്ങനെയുള്ള ചാറ്റ്സ് നമ്മുടെ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കാമോ? Yes, lot of complaints. It was hell with her. She was from a different world than me. We were not compatible. For her, it's just 2 minutes. When I start, she would have finished. Never liked foreplays. Doesn't like cuddling. She was not interested in sex. We used to do once in a month max. That too short ones. She always complained I disturb her too much for sex. ഇതുപോലത്തെ ഒരുപാടുണ്ട്. അതായത് അയാളുടെ ഭാര്യയുടെ കഴിവുകേടിനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് അയാളുടെ ഭാര്യയെ നമ്മുടെ മുന്നിലേക്ക് വളരെ മോശക്കാരിയാക്കിയിട്ടാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ശരിയാണോ? അയാൾ എന്നെ റേപ്പ് ചെയ്ത ശേഷം എന്നെ കൺസോൾ ചെയ്തതും ഇത് പറഞ്ഞിട്ടാണ്.
അയാൾക്ക് ആദ്യം പറ്റിയ അബദ്ധം രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പറ്റരുത്, അതുകൊണ്ടാണ് അയാൾ ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി നോക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എന്നെ കൺസോൾ ചെയ്തത്. അതിനുശേഷവും അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഈ കേസിൽ ആദ്യം നമ്മളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ആദ്യം വീട്ടിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ റേപ്പ് ചെയ്തു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പാണ് പിന്നീട് 10 വർഷം തടവ്. സാധാരണ ഇപ്പം നമ്മൾ കോടതികളിലൊക്കെ തന്നെ, ഹൈക്കോടതിയിലാണ്, സുപ്രീം കോടതിയിലൊക്കെ ഒരിക്കൽ സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത്, പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമല്ലേ ശരിക്കും നടന്നത്? അല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ഇയാളെ റേപ്പ് ചെയ്ത ശേഷം ഇയാൾ പറഞ്ഞു താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ തന്നെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ മുന്നിൽ 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ നമ്മളെ 2 മക്കളാണ്. എത്ര വയസ്സുള്ള കുട്ടികളാണ്? എൻ്റെ കുട്ടികൾക്ക് 20 വയസ്സുള്ള കുട്ടികളാണ്. അപ്പം അവരുടെ ഞാൻ എന്ത് പറയും അവരോട്? അവരുടെ ഭാവി ഞാൻ ആലോചിക്കണ്ടേ? ഈ 10-17 വർഷം ഒറ്റക്ക് ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു കുഴിയിൽ വന്ന് വീണിട്ട് പിന്നെ വേറെ വഴി എൻ്റെ മുന്നിലില്ലായിരുന്നു. അതുകൂടാതെ ഇയാൾ അന്ന് എൻ്റെ ഫോട്ടോസും എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂഡ് ഫോട്ടോസ് അതിൽ ഏത് ആംഗിളിൽ നിന്ന് എടുത്തു എന്ന് എനിക്ക് അറിയില്ല. കാരണം അയാളുടെ കയ്യിൽ 3 ഫോണുണ്ട്, 2 ഐഫോണും ഒരു സാംസങ്ങും. അപ്പോൾ പോലീസിൽ അയാൾ സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് 2 ഐഫോൺ മാത്രമേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫോട്ടോസ് അയാളെടുത്ത ഫോണുണ്ട് സാംസങ്ങിൻ്റെ, അത് അയാൾ സബ്മിറ്റ് ചെയ്തിട്ടുമില്ല, അത് കേസിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല. അത് പോലീസിനോട് പറഞ്ഞില്ലേ? നേരം പറഞ്ഞിട്ടുണ്ട്. അത് സീസ് ചെയ്തിട്ടില്ല പോലീസ്? ഇല്ല, അത് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അപ്പം പിന്നെ ഒരു തവണ എനിക്കത് കാണിച്ചു തന്നിട്ടുമുണ്ട്. അത് എൻ്റെ വീഡിയോസും ഫോട്ടോസും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് അത് ലാസ്റ്റിലോട്ടേക്ക് ഞാൻ ഇനി വരില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് വീണ്ടും പോയി. ഇനി ഞാൻ വരില്ല, ഫസ്റ്റ് അബോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ഔട്ട് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പോകേണ്ടി വന്നത്. അതായത് നമ്മളെ ന്യൂഡ് ഫോട്ടോസ് എടുത്തത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു നമ്മളെന്നാണ് പറയുന്നത്. അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തില്ല? നേരം പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, പോലീസിൽ നേരത്തെ പരാതി കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? കാരണം ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഓൾറെഡി ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ എന്താ പറയുക അബോർഷൻ നടന്നു. ആ സമയത്ത് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ എന്നോട് പറയുന്നത് എന്നിട്ട് പിന്നെ എനിക്കും നല്ല പേടിയായി, ഇത് പുറത്ത് ലീക്ക് ഔട്ട് ചെയ്തതിന് എന്താവും എന്നുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, എടോ ഞാനൊരു ദേഷ്യത്തിന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലടോ, എനിക്ക് തന്നെ കാണാൻ ഓർമ്മ വരുമ്പം ഞാൻ കാണാൻ വേണ്ടി എടുത്തു വെച്ചതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പരാതി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹവുമായി ആദ്യം ബന്ധമുണ്ടായത്? എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ബന്ധമില്ലാതെ കണ്ണൂർ കിടക്കുന്ന യുവതിയായിരുന്നത്, അവിടെ നിന്ന് ഇവിടെയുള്ള എറണാകുളത്തുള്ള ഇയാളെ എങ്ങനെയാണ് ബന്ധമുണ്ടായത്? മാട്രിമോണി സൈറ്റിലെ കൂടെയാണ്. ഞാൻ എൻ്റെ ഫാമിലി നിർബന്ധിച്ചിട്ടാണ് ഒരു മാട്രിമോണി സൈറ്റിൽ 17 വർഷത്തിന് ശേഷം ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. അവിടുന്നാണ് ഇയാളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ വീട്ടിൽ വന്നു, എൻ്റെ ഫാമിലിയുടെ അടുത്ത് സംസാരിച്ചു. എന്നിട്ടാണ് ഇയാൾ എന്നെ കൊച്ചിയിലോട്ടേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിലോട്ടേക്ക് വരാൻ വേണ്ടി പറയുന്നത്. അവിടെ നിന്നാണ് ഇയാളുടെ മകൾ ഫ്ലാറ്റിലുണ്ട് പറഞ്ഞിട്ട് ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ബലം പ്രയോഗിച്ച് റേപ്പ് ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്, എത്ര ലാഘവത്തോടെയാണ് ഈ ലേഡി റേപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അത് ചെയ്ത ആളെ ഇതുവരെ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഈ റേപ്പ് എന്നുള്ള വാക്ക് ഇത്ര എളുപ്പത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു എത്രാമത്തെ തവണയാണ് ഞാനിത് റിപ്പീറ്റഡ്ലി പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പറയുന്ന ഇതിലാണ് അതിപ്പം പുറത്തുനിന്നൊരാൾക്ക് ഞാനത് എങ്ങനെ പറയുന്നു എന്നുള്ളത് ലാഘവത്തോടെ പറയുന്നു. ഒരിക്കലും ഒരാൾ ലാഘവത്തോടെ അല്ല അത് പറയുന്നത്. അത് ഫേസ് ചെയ്തത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം അത് എന്താണെന്നുള്ളത്. അതായത് അങ്ങനെ ഒരു റേപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ പിന്നീട് അത്തരം കാര്യങ്ങൾ സമ്മതിക്കുന്നത്? വേറെ നിവർത്തി എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടികൾ, എൻ്റെ പ്രായമായ അച്ഛനമ്മ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം വിവാഹം കഴിക്കാമെന്ന് വീട്ടിൽ വന്ന് സമ്മതം നൽകി. 2 തവണ സമ്മതം നൽകി. ഒരു തവണ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് മാത്രം പറഞ്ഞു,
പിന്നെ എൻ്റെ മൊത്തം ഫാമിലി, മൊത്തം റിലേറ്റീവ്സിൻ്റെ വിളിച്ച് വരുത്തിയിട്ട് അവരോട് അടക്കം വാക്ക് പറഞ്ഞു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ എപ്പോഴെങ്കിലും വാഗ്ദാനം നൽകിയ വാട്സപ്പ് ചാറ്റ് ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അത് ഒന്ന് വായിക്കാമോ? ഞാൻ ചോദിച്ചു അയാളുടെ അടുത്ത്, ഇഫ് യു ആർ ഓക്കെ ദെൻ ക്യാൻ വി പ്രൊസീഡ്, ഓൾ വിൽ ബി ഗുഡ്. മാരേജ് എന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ആ സമയത്ത്? ഫോണിൽ കൂടെയാണ് മൊത്തം ഉപയോഗിക്കുന്നത്. ചാറ്റ്സിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് എൻ്റെ. ഞാൻ ആർ യു റെഡി ഫോർ എ രജിസ്റ്റർ മാരേജ് നൗ, യു ക്യാൻ മാരി മീ ലേറ്റർ ആസ് യു സെഡ്, ഐ ജസ്റ്റ് നീഡ് എൻ അഷ്വറൻസ് ദാറ്റ് യു വിൽ നോട്ട് ചീറ്റ് മീ എന്ന് പറയുമ്പം ഇയാൾ തിരിച്ച് ചെയ്യുന്നത് തന്നെ കോളാണ്. അതിന് റിപ്ലൈ ഒക്കെ ഞാൻ ചോദിക്കുന്ന എവറി മാരേജ് കാര്യത്തിന് എനിക്ക് റിപ്ലൈ വരുന്നത് കോളായിട്ടാണ്. അല്ല, അർത്ഥം അദ്ദേഹം അതിന് താല്പര്യമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെ കാണിക്കുമ്പോൾ അല്ല ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് പലതവണയും തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴിയിൽ വീണ് എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം ഞാൻ പറഞ്ഞല്ലോ 2023 മെയ്യിലാണ് ഇയാൾ എൻ്റെ വീട്ടിൽ വരുന്നത് കല്യാണം ആലോചിച്ചിട്ട്. 2023 ഡിസംബറിൽ ഞാൻ കണ്ണൂരിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇയാളുടെ ഒരു റെസ്പോൺസും ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ കണ്ണൂരിൽ നിന്ന് SI വിളിക്കലും ഇയാൾ തിരിച്ചു വിളിച്ചിട്ടാണ്, താൻ എന്ത് പണിയാടോ കാട്ടിയേ, ഞാൻ ബിസിനസ്സിൻ്റെ പ്രശ്നമായിട്ട് ഫോണ് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്, ഒരിക്കൽ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴേക്കും താൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണോ ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് നല്ല രീതിയിൽ പോവാം, ഞാൻ ബിസിനസ്സിൻ്റെ എപ്പോഴും പറയും ബിസിനസ്സിൻ്റെ ടെൻഷനാണ്, ബിസിനസ് സ്റ്റാർട്ടപ്പാണ്. മേക്കർ മൈൻഡ്സ് എന്നുള്ള സ്ഥാപനം തുടങ്ങിയ ടൈമായിരുന്നു അതിപ്പോഴാണ് അത് എഡുഷാക്സ് അക്കാഡമി ആയത്. ആദ്യം മേക്കർ മൈൻഡ്സ് എന്നുള്ള സ്ഥാപനം തുടങ്ങിയ വാർഡാണ്. മെയ് 5-ാം തീയതി അങ്ങനെയാണ് അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായത്. മെയ് അവസാനമാണ് ആൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതായത് ഈ കേസ് ഇപ്പം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം വന്ന് സെറ്റിൽമെൻറ്റിന് വന്നാൽ നമ്മൾ തയ്യാറാകുമോ? ഇല്ല. അതായത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. നമ്മളെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളതിൽ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അതായത് ഇന്ന് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വിവാഹം വാഗ്ദാനം ചെയ്തുകൊണ്ട് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് പറ്റിക്കൽ. അതിലൊന്നും തന്നെ തെളിവുണ്ടാവില്ല. അവസാനം ആ കാര്യം പറഞ്ഞ് ആദ്യത്തെ ഒരു തവണ റേപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ ആ കേസുകളെല്ലാം വിടുകയാണ് പതിവ്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് കേസുകൾക്ക് തെളിവുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വിവാഹം വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടതിൻ്റെയും 2 അബോർഷൻ നടത്തിയതിൻ്റെയും വ്യക്തമായ തെളിവുകളുണ്ട്. ഇവിടെ 3 വകുപ്പുകൾ പ്രകാരം ഏറ്റവും ചുരുങ്ങിയ 40 വർഷം വരെ ജയിൽ കിടക്കേണ്ട കുറ്റകൃത്യങ്ങളാണ് രാഖിന്ദ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന എജു ഷാർക്ക് അക്കാഡമി ഉടമ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ യുവതിക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഇതുപോലെ 100 കണക്കിന് യുവതികളാണ് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല കോടതി വിധികളും അവർക്കെതിരായി തീരുന്നതുകൊണ്ട് പലരും കേസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ ധൈര്യപൂർവ്വം തൻ്റെ കൈവശം തെളിവുകളുണ്ട്, എന്നെ പറ്റിച്ചതിന് തെളിവുകളുണ്ട്, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് സെക്ഷലി ബന്ധപ്പെടുകയും അബോർഷൻ നടത്തിയതിന് തെളിവുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ തെളിവുകളുമായിട്ടാണ് ഈ യുവതി പോരാട്ടം നടത്തുന്നത്. ആ യുവതിക്ക് എല്ലാവിധ പിന്തുണയുമാണ് ക്രൈം നൽകുന്നത്. കാരണം ഇതുപോലെയുള്ള ധാരാളം സ്ത്രീകൾ പിന്നോട്ട് വെക്കുന്ന സമയത്ത് ധീരതയോട് കൂടിയിട്ടാണ് ഈ യുവതി മുന്നോട്ട് വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.